ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് 2 സൂപ്പ് റെസിപ്പീസ് ആണ്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ സൂപ്പും പിന്നെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ സൂപ്പും. പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾ സൂപ്പിന് ആദ്യം നമുക്കൊരു വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കണം. സ്റ്റോക്കിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം പ്രധാനമാണ് കേട്ടോ. അതില്ലാതിരുന്നാൽ സ്റ്റോക്കിന് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ചേർക്കണം. 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം വേണം. ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുക്കുമ്പോൾ ഒരു 1-2 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, അതും ഒരു 1-2 ടീസ്പൂൺ എടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സവോള യൂസ് ചെയ്യാം. ഇതേ അളവിന് തന്നെ കുറച്ച് സവോള ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. കാരണം സ്പ്രിംഗ് ഒണിയൻ ഒന്നും എപ്പോഴും ചിലപ്പം നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെലറി കിട്ടുമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ തണ്ട് സെലറിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ സെലറി ഒന്നും നമുക്ക് നാട്ടിൽ എപ്പോഴും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഈ വെളുത്തുള്ളി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ആ തൊലിയോടുകൂടി തന്നെ ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഈ സ്റ്റോക്കിന് ഒരു ഫ്ലേവറിനായിട്ട് മാത്രം 2 നുള്ള് കുരുമുളക് പൊടി ഇട്ട് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വേവണം. അത് കഴിഞ്ഞ് ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും കൂടി വെക്കുക. 15 മിനിറ്റിനിടയ്ക്ക് ചിലപ്പോൾ 1-2 വിസിലൊക്കെ വരും, അത് കുഴപ്പമില്ല. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ ഫുള്ള് പോയി കഴിയുമ്പോൾ തുറന്നാൽ മതി. നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ മാറ്റിയിട്ട് സ്റ്റോക്ക് മാത്രം ഊറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ചേർക്കാം. സൂപ്പിനകത്തേക്ക് ഇടണ്ട. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് റെഡിയായി. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഒരു 1-2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം നിങ്ങൾ സവോള യൂസ് ചെയ്യരുത് കേട്ടോ. സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്പ്രിംഗ് ഒണിയന് പകരം വേണമെങ്കിൽ സവോള ചേർക്കാമെന്ന്. പക്ഷേ സൂപ്പിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ സവോള ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജിൻ്റെ പുറമേ നിന്നുള്ള അധികം കട്ടിയില്ലാത്ത, അതായത് തിന്നായിട്ടുള്ള ഒരു പീസ് എടുക്കുക. ഇതുപോലെ ഇത് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞാണ് നമ്മൾ സൂപ്പിൽ ഇടുന്നത്. സൂപ്പ് ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും, കൂടിപ്പോകാൻ പാടില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് ആദ്യം വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒണിയനും ചേർക്കാം. നിങ്ങൾക്ക് സെലറി കിട്ടുമെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ തണ്ട് സെലറിയും കൂടി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ഒന്നും ഇപ്പോൾ ചേർക്കണ്ട, ക്യാരറ്റ് മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ നിറം മാറോ മൂക്കോ ഒന്നും വേണ്ട, ഒന്ന് എണ്ണയിൽ വഴറ്റിയാൽ മാത്രം മതി. ഉടനെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ സൂപ്പ് കുടിക്കുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ വേണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് കുടിച്ചാൽ മതി. കാരണം അങ്ങനെ ആകുമ്പം എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. അവരവരുടെ ഇഷ്ടം പോലെ പിന്നെ എരിവും ഉപ്പും ഒക്കെ ചേർക്കാം. പിന്നെ ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിക്കാം. ക്യാരറ്റ് ഒരു 1/4 വേവ് ആവണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ക്യാരറ്റ് ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൽ നമുക്ക് സ്വീറ്റ് കോണും ക്യാബേജും ചേർക്കാം. ഈ കോണും ക്യാബേജും ഒത്തിരി നേരം വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അതാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാരറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇത് ചേർക്കുന്നത്.
ഇനി ഇതൊരു 1-2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ കുരുമുളക് പൊടിയോ ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഇത് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് സൂപ്പ് നന്നായിട്ട് കുറുകി കിട്ടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ക്യാബേജും സ്വീറ്റ് കോണും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഈ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് കഴിയുമ്പം അതൊന്ന് കുറുകി വരും. ഒത്തിരി അങ്ങ് കുറുകി പോകരുത് കേട്ടോ. നമ്മൾ കൂടുതൽ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ആ സൂപ്പ് കുടിക്കുന്ന സമയത്ത് ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് തോന്നും. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങനെ കുറുകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര പോരാ, കുറച്ചും കൂടി കുറുകി വരണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചും കൂടി കുറുകി കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ സൂപ്പ് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഒഴിവാക്കരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചേർത്ത് കഴിയുമ്പം സൂപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നല്ല അടിപൊളി വെജിറ്റബിൾ സൂപ്പ് റെഡിയായി. അപ്പോൾ സൂപ്പ് എപ്പോഴും നല്ല ചൂടോടുകൂടി കുടിക്കണം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മുന്നേ ഇത് ഉണ്ടാക്കി വയ്ക്കുക. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് കുടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാക്കി കുടിക്കുക. അപ്പോൾ നമ്മൾ ഈ ചേർത്ത സാധനങ്ങളുടെ ഒക്കെ ഫ്ലേവർ അതിനകത്തോട്ട് നന്നായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. അടുത്തത് ഒരു ചിക്കൻ സൂപ്പാണ്. ഇത് സാധാരണ റെസ്റ്റോറൻറ്റിലൊന്നും കിട്ടുന്ന സൂപ്പല്ല കേട്ടോ. ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സൂപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനങ്ങനെ കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ. ഒരു 3-4 എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്തിട്ട് വളരെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പ്ലെയിൻ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ഓട്സ് തന്നെ യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ ആപ്പിൾ ഫ്ലേവറിലും സിന്നമൺ ചേർത്തതും ഒക്കെ കിട്ടും. അതൊന്നും എടുക്കാൻ പാടില്ല. 1/4 കപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന് പകരം സെലറി വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതുപോലെ ചേർത്താൽ മതി. ഞാനൊരു ചെറിയ പീസ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ്, സ്വീറ്റ് കോൺ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അത് വെജിറ്റബിൾസ് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിനി സൂപ്പ് ഉണ്ടാക്കാം. ഒരു പാനിൽ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ക്യാപ്സിക്കവും ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. മൂക്കൊന്നും വേണ്ട, വെറുതെ എണ്ണയിലൊന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി ഇതിൽ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതും എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ്റെ ആ പിങ്ക് നിറം മാറി പെട്ടെന്ന് ഒരു വെള്ള കളർ വരും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു 1/2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത ഉപ്പും കുരുമുളകും ഒക്കെ ചിക്കനിലോട്ടൊന്ന് പിടിക്കണം. ഉടനെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചിക്കനിൽ ആ ഉപ്പും മുളകും ഒന്നും പിടിക്കാത്ത ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് വരണം. ചിക്കനും ക്യാരറ്റും വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1/4 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഓട്സ് നന്നായിട്ട് വെന്ത് ഇത് കുറുകി വരണം. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്, വറ്റിപ്പോകരുത്. സാധാരണ ഒരു സൂപ്പിൻ്റെ പരുവത്തിൽ കുറുക്കിയെടുക്കുക. സൂപ്പ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇത് ഒത്തിരി അങ്ങ് കുറുകി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി, റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ആയിരിക്കണം. ഒരുപാടങ്ങ് കുറുകി പോകാൻ പാടില്ല.
ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ് കേട്ടോ. നമ്മൾ ഈ ഓട്സ് വെറുതെ കുറുക്കി കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ഡിന്നറിനൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ രണ്ട് സൂപ്പും, വെജിറ്റബിൾ സൂപ്പും ചിക്കൻ സൂപ്പും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.